സേവിച്ചിടും നിന്നെ ഞാൻ. യേശുവേ സേവിച്ചിടും നിന്നെ ഞാൻ. എൻ്റെ ചോദ്യത്തിന് ഇല്ല എന്ന് ഉത്തരം പറയണം. ഞാൻ ചോദിക്കുന്നു, ഈ പൈതലിന് മുൻപേ സ്നാനം നൽകിയിട്ടുണ്ടോ? ക്രിസ്തുയേശുവിൽ പ്രിയമുള്ളവരെ, എല്ലാ മനുഷ്യരും ജനനം മുതൽ പാപത്തിലേക്കുള്ള ചായ്വ് ഉള്ളവരാണ്. എങ്കിലും സ്നേഹവാനായ ദൈവം എല്ലാവരെയും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. വെള്ളത്താലും പരിശുദ്ധാത്മാവിനാലും പുതുതായി ജനിക്കാതെ ആർക്കും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്ന് നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു അരുളി ചെയ്തിരിക്കുന്നു. ആയതിനാൽ ഈ പൈതലിന് പ്രകൃതിയാൽ ഉണ്ടാകുവാൻ കഴിയാത്തതിനെ ദൈവം തന്റെ ധാരാളമായ കൃപ കൊണ്ട് നൽകണമെന്നും ഇവർ വെള്ളത്താലും പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെട്ട് മിശിഹായുടെ തിരുസഭയിലേക്ക് കൈക്കൊള്ളപ്പെട്ട് അതിന്റെ ജീവനുള്ള അവയവം ആയി തീരണമെന്നും നമ്മുടെ കർത്താവായ യേശു മിശിഹ മൂലം പിതാവായ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ഇവരിൽ ജഡത്തിന്റെ ദുർമോഹങ്ങളൊക്കെയും മരിക്കേണ്ടതിനും ആത്മാവിലുള്ള കാര്യങ്ങളൊക്കെയും ജീവിച്ച് വളരേണ്ടതിനും കൃപ അരുളണമേ. ആമേൻ. പിശാചിനെയും ലോകത്തെയും ജഡത്തെയും ജയിച്ച ജീവോത്സവം കൊള്ളുവാൻ ഇവർക്ക് ബലവും ശക്തിയും ഉണ്ടാകേണ്ടതിന് കൃപ അരുളണമേ. ആമേൻ. കാലാവസാനം കൂടാതെ ജീവിച്ച സകലത്തെയും ഭരിക്കുന്നവനായി വാഴ്ത്തപ്പെട്ട കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സ്ഥാനം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും ഇവിടെ നിനക്ക് പ്രതിഷ്ഠിക്കപ്പെടുന്ന എല്ലാവരും നിന്റെ കരുണയാൽ സ്വർഗീയ അനുഗ്രഹങ്ങൾ ധരിച്ചവരായി തീർന്ന നിത്യമായ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് കൃപ അരുളണമേ. വെള്ളം വായിച്ച ശുശ്രൂഷ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പിതാവേ, പരിശുദ്ധ പിതാവേ, സർവശക്തനായ നിത്യദൈവമേ, നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടത് മുറയുമാകുന്നുവല്ലോ. എന്നാൽ നിന്റെ മഹാവാത്സല്യപുത്രനായ യേശു മിശിഹ ഞങ്ങളുടെ പാപമോചനത്തിനായിട്ട് അവന്റെ ഏറ്റവും വിലയേറിയ പുറത്തു നിന്ന് വെള്ളവും രക്തവും ചൊരിയുകയും അവന്റെ ശിഷ്യന്മാർ പുറപ്പെട്ട സകല ജാതികൾക്ക് ഉപദേശിച്ച് അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബപ്തിസ്മപ്പെടുത്തണമെന്ന് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. നിന്റെ ജനങ്ങളുടെ അപേക്ഷകളെ ചെവിക്കൊണ്ട് പാപത്തെ ജ്ഞാനാർത്ഥമായി കഴുകിക്കളയുന്നതിന് ഈ വെള്ളം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ശുദ്ധീകരിച്ച് ഇപ്പോൾ ഇതിൽ ബപ്തിസ്മപ്പെടുവാനുള്ള ഈ പൈതങ്ങൾ നിന്റെ കൃപയുടെ പൂർണ്ണത ലഭിച്ച വിശ്വാസമുള്ളവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമായ നിന്റെ മക്കളുടെ എണ്ണത്തിൽ എന്നേക്കും ഇരിക്കുവാനായിട്ട് കൃപ ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അവനും പരിശുദ്ധാത്മാവിന്റെ ഐക്യവും നിന്നോട് കൂടെ സകല ബഹുമാനവും മഹത്വവും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ പൈതലിന് പേരിടുവിൻ ബ്രിയോൺ ദിലീപ്. ഈ പൈതലിന് പേരിടുവിൻ എറോൺ ദിലീപ്. തുടർന്നുള്ള ശുശ്രൂഷ. Yeah.
പൈതങ്ങൾ വീണ്ടും ജനിച്ച മിശിഹായുടെ സഭയായ ആട്ടിൻകൂട്ടത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടിരിക്കൊണ്ട് ഈ ഉപകാരങ്ങൾക്കായി നാം സർവശക്തനായ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഈ പൈതങ്ങൾ ഈ ആത്മപ്രകാരം തന്നെ അവരുടെ ശിക്ഷായുസിനെ കഴിക്കുവാൻ ഏകമനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഏകപ്രത്യാശയായി ഞങ്ങളെ വിളിച്ച കൃപയുള്ള കർത്താവേ, പലവിധ വിശ്വാസാചാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ ജീവിക്കുന്ന ഞങ്ങളെ യേശുക്രിസ്തുവിൽ വിശുദ്ധ സ്നാനത്താൽ പുതുജീവന പങ്കാളികളും ദൈവരാജ്യത്തിന് അവകാശികളുമാക്കി തീർക്കുന്നതിനുള്ള കൃപയ്ക്കായി സ്തോത്രം. ക്രിസ്തുവിലുള്ള പുതുജീവന്റെ പങ്കാളികളായി ജീവിച്ച ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിങ്ങൾ പ്രതിപാദ്യം പറയണം. ഈ കാര്യങ്ങളെല്ലാം പഠിക്കുവാനും ചെയ്യുവാനും നിങ്ങൾ ഇവർക്ക് ഇരുവർക്കും സഹായിക്കുമോ? ബപ്തിസ്മപ്പെട്ടവരായ നാം നമ്മുടെ രക്ഷിതാവായ മിശിഹായുടെ ദൃഷ്ടാന്തം പിന്തുടരുവാനും അവനെ പോലെ ആയിത്തീരുവാനും അവൻ നമുക്ക് വേണ്ടി മരിച്ച് വീണ്ടും ഉയർത്ത പ്രകാരം നാം പാപത്തിന് മരിക്കുവാനും നീതിക്ക് വീണ്ടും ജീവിക്കുവാനും നമ്മുടെ വല്ലാത്ത ദുരാഗ്രഹങ്ങളെയൊക്കെയും ഇടപെടാതെ മരിപ്പിക്കുവാനും സകല സുഹൃതവും ദൈവഭക്തിയുമുള്ള നടപ്പിൽ നാൾതോറും വർദ്ധിക്കുവാനുമുള്ള നമ്മുടെ പ്രതിജ്ഞയെ ബപ്തിസ്മ നമുക്ക് കാണിക്കുന്നു എന്ന് നാം എപ്പോഴും ഓർക്കേണ്ടതാകുന്നു. വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ഇത്രയത്തിലെ ഒരു സാധാരണ ഭവനത്തിലെ ജീവിതത്തിൽ ഓഹരിക്കാരനായല്ലോ ഈ പൈതങ്ങൾ വളരുവാനുള്ള ഭവനത്തെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇവർ ഇരുവരും നിന്നെക്കുറിച്ച് ഇടപെടാനുള്ള ഭയത്തിലും സ്നേഹത്തിലും വളർന്നു കണ്ണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഈ വഴിപാടിനെയും ഇത് അർപ്പിച്ച അങ്ങയുടെ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. കൊണ്ടുവന്ന മാതാപിതാക്കളോടും ഞാൻ മാതാപിതാക്കളോടുമുള്ള നന്ദി സ്നേഹത്തെയും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളേറെ വൈകിയെങ്കിൽ പോലും അത് പ്രിയപ്പെട്ട ദിലീപും നിധിയും കാണിച്ച ഒരു വലിയ താല്പര്യത്തിന് ഞാൻ നന്ദി പറയുന്നു. കാരണം
സഭയുടെ മക്കളാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി ഒരു ക്രിസ്തീയ ശിക്ഷണത്തിൽ കൊണ്ടുവന്ന്